Welcome to Kaula Celebrity Kitchen Magic. ഇന്ന് ഒരു ഇത്തിരി ടെൻഷനിലാട്ടോ. കാരണം ഇന്ന് നമുക്ക് തന്നിരിക്കുന്ന ഐറ്റം പുഡിങ്ങാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ പുഡിങ് കഴിച്ചിട്ടുള്ളതല്ലാതെ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ ഒരു വലിയൊരു പരീക്ഷണ ഘട്ടത്തിൽ തന്നെയാണ് പുഡിങ് ഉണ്ടാക്കാൻ പോവാണ്. ഇതിന് ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത ഒരു ഫ്രണ്ടിൻ്റെ അമ്മയാണ് എനിക്ക് റെസിപ്പി പറഞ്ഞു തന്നിട്ടുള്ളത്. എന്തായാലും ആ ചേച്ചിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ പുഡിങ് ഉണ്ടാക്കാൻ പോവാണ്. ഇതിപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ലെയേർഡ് സ്ട്രോബെറി പുഡിങ്ങാണ്. ആൻഡ് അതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ലെയർ ഉണ്ടാക്കാനായിട്ട് കരിക്ക്. അറിയാലോ, നമ്മുടെ കേരളത്തിൻ്റെ എന്താ പറയുക, തനത് രുചി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് കരിക്കിൽ നിന്ന് തന്നെയാണ് ആരംഭിക്കുന്നത്. അപ്പോൾ കരിക്കാണ് ഫസ്റ്റ് ലെയർ ഉണ്ടാക്കാൻ വേണ്ടി കരിക്ക് ഉപയോഗിക്കുന്നത്. കരിക്കിൻ്റെ വെള്ളം എടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് ലെയർ ഉണ്ടാക്കാം. അതിന് വേണ്ട സാധനങ്ങൾ കരിക്കിൻ്റെ വെള്ളം വേണം, പിന്നെ ഇളനീര് വേണം, പിന്നെ പഞ്ചസാര വേണം. ആൻഡ് ഓഫ് കോഴ്സ് ഇത് സെറ്റാവാനായിട്ട് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ചൈന ഗ്രാസ് ആണ്. ജലാറ്റിനും വേണമെങ്കിൽ ആഡ് ചെയ്യാം. എന്തായാലും ചൈന ഗ്രാസും ഉണ്ട്. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ചൈന ഗ്രാസ് എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ഇതിനെങ്ങനെയാണ് ഈ ചൈന ഗ്രാസിന് പേര് വന്നത്? ഞാനിത് അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചത് ഇങ്ങനെ ചൈനയിലുണ്ടാവുന്ന ഗ്രാസ് ആയിരിക്കും അല്ലേ. എന്തായാലും നമ്മളെവിടെയെങ്കിലും ഇല്ലാത്തൊരു സാധനമാണ്, അതുകൊണ്ടാണ് ചൈന ഗ്രാസ് എന്ന് പേര് കിട്ടിയേക്കുന്നത്. പക്ഷെ ആക്ച്വലി ഇതൊന്നും അല്ല കേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞുള്ളൂ. അതിലേക്ക് ശകലം വെള്ളം ഒഴിച്ച് കുതിർത്ത് വയ്ക്കാം. ഇതൊരുമാതിരി തെർമോക്കോള് പോലെ ചാടി കളിക്കണം. പക്ഷെ നമുക്ക് ഇത് പുഡിങ് എന്ന് പറയുമ്പോൾ എപ്പോഴും സെറ്റായിരിക്കണം. നേരത്തെ ചേച്ചി പറഞ്ഞപ്പോൾ ഞാൻ ലൂസ് പുഡിങ് എന്നാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇങ്ങനെ കോരി കുടിച്ചാൽ മതിയല്ലോ. പക്ഷെ അത് പറ്റില്ല, ഇത് നല്ലോണം സെറ്റാവണം. അതുകൊണ്ട് നമ്മൾ ചൈന ഗ്രാസ് കുതിർത്ത് വെച്ചിരിക്കുകയാണേ. പിന്നെ എന്തായാലും കരിക്ക് പൊട്ടിച്ചിട്ട് കരിക്കിൻ്റെ വെള്ളം എടുത്ത് വെച്ചിട്ട്, ഇത് നല്ല കണ്ണീര് പോലെ ഉണ്ടല്ലേ കരിക്കിൻ്റെ വെള്ളം. പണ്ടൊരു കടങ്കഥ ഉണ്ട്, എന്താ പറയുക, ഏറ്റവും ശുദ്ധമായിട്ടുള്ള വെള്ളമാണ്. അതിൻ്റെ കടങ്കഥ ഉണ്ട്, തവണ മുള്ളാത്ത വെള്ളം. അതെന്താണ്? കരിക്ക് വെള്ളം. അപ്പോൾ ആ കരിക്ക്, നമ്മൾ ശുദ്ധമായ കരിക്ക് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഒന്ന് നമുക്ക് അരിച്ച് തന്നെ എടുക്കാം. കാരണം അതിൻ്റെ ആ പൊടി എന്തായാലും ഉണ്ടാവുമല്ലോ, അത് പൊടി വരാതിരിക്കാൻ വേണ്ടിയിട്ട് അരിച്ചെടുക്കാം കേട്ടോ. ഇത്രയും പൊടി ഉണ്ടായിരുന്നു ഇതിനകത്ത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കി വരുമ്പോൾ ഈ പൊടിയൊക്കെ അതിൽ വീഴിലായിരുന്നു. അതുകൊണ്ട് എന്തായാലും പൊടിയെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ശകലം പഞ്ചസാര ആഡ് ചെയ്യാം. പുഡിങ് ഒരു സ്വീറ്റ് ഐറ്റമാണ്, അതുകൊണ്ട് അതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യാണ്. 1 2 3 4 സ്പൂൺസ് ആഡ് ചെയ്തു. കരിക്കിലും ശകലം മധുരമുണ്ട്, പിന്നെ പഞ്ചസാരയും കൂടി ആകുമ്പോൾ മധുരം ഓക്കെ ആവും തോന്നുന്നു. ഒരുപാട് മധുരമായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മട്ടിച്ചു. ഇപ്പോൾ കരിക്ക് വെള്ളം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റൗ ഒന്ന്, ഇനി അതിലേക്ക് പഞ്ചസാര ഇട്ടത് ശരിക്കും ഒന്ന് അലിഞ്ഞ് വരണം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒന്നാണ്, നമ്മുടെ ജലാറ്റിൻ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുകയാണ്. ആ കുതിർത്ത് വെച്ചിരിക്കുന്ന ജലാറ്റിൻ ഒന്ന് അലിയിച്ചെടുക്കണം. അതിനായിട്ട് വേറെ ഒരു ചെറിയ ബൗൾ എന്തെങ്കിലായിരുന്നു കേട്ടോ ആവശ്യം. പക്ഷേ ഇവിടെ ഇത്രയും വലിയ കടായി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എന്തായാലും അതിൽ തന്നെ ജലാറ്റിൻ ഒന്ന് ഒരുക്കിയെടുക്കാൻ പോവാം.
അപ്പോൾ നമ്മളിവിടെ കുതിർത്ത് വെച്ചിരിക്കുന്ന ജെലറ്റിൻ ഞാൻ അതിലേക്ക് ആഡ് ചെയ്യാണ്. അപ്പോൾ ജെലറ്റിൻ ഇവിടെ ഒന്ന് കുതിരട്ടെ. ഇവിടെ കരിക്കും വെള്ളവും നല്ലോണം തിളയ്ക്കണം. കരിക്ക് വെള്ളം ഇങ്ങനെ കുതിർന്ന് വരട്ടെ. പഞ്ചസാര അതിലേക്ക് കുതിർന്ന് അങ്ങനെ ആഡ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷെ കരിക്ക് വെള്ളം മാത്രം കുടിക്കാൻ തന്നെ നല്ല മധുരമാണ്. കരിക്കിൻ്റെ കാര്യം പറയുമ്പോൾ ശരിക്കും ഞാൻ എൻ്റെ കുട്ടിക്കാലത്തേക്ക് പോകട്ടോ. ഞാൻ കോഴിക്കോടാണ് ജനിച്ച് വളർന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എൻ്റെ ഡാഡിയും മമ്മിയും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സ്റ്റാഫ്സാണ്. അത് കാരണം കരിക്കൊക്കെ പൈസ കൊടുത്ത് വാങ്ങിയേ പറ്റുള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വെക്കേഷൻ ടൈമിൽ 2 മാസം വെക്കേഷൻ, സമ്മർ വെക്കേഷന് നാട്ടിൽ പോകും. അതായത് ഇടുക്കി, മൂന്നാർ എത്തണ്ട, അടിമാലി ആനവരട്ടി എന്ന് പറയും. അവിടെ എൻ്റെ ഡാഡിയുടെ വീടാണ് കേട്ടോ. ഞങ്ങൾ 2 മാസം അവിടെ ഫുൾ തകർക്കലാണ്. ആ സമയത്ത് കരിക്ക് വെട്ടാം. ഇടയ്ക്ക് ഒരു വെറുതെ വേറെ പണിയൊന്നും ഇല്ലല്ലോ, തിന്നാ ഉറങ്ങാ കളിക്കുക, അത് തന്നെ ഒരു ടെൻഷനും ഇല്ല. ഈ വക പാചകം അത് വല്ലതും വേണം, ഒന്നും അറിയണ്ട. അപ്പോൾ എന്താ വെച്ചാൽ ഞങ്ങൾ പിള്ളേരെ ഒരു ഗ്യാങ് ഉണ്ട്. എൻ്റെ കസിൻസ് എല്ലാവരും, ഡാഡീൻ്റെ അനിയൻ്റെ മക്കൾ, അനിയത്തിയുടെ മക്കൾ, അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി. അപ്പോൾ ഡാഡിയുടെ അനിയനുണ്ട്, ചാച്ചൻ, രവിച്ചാച്ചൻ ഒന്ന് കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. രവിച്ചാച്ചൻ ഞങ്ങൾക്ക് കരിക്കിട്ട് തരാനായിട്ട് താഴത്തെ വീട്ടിൽ, അവിടെ താഴത്തെ കുറേ സ്ഥലമുണ്ട്, 5-8 ഏക്കർ സ്ഥലമുണ്ടേ. അപ്പോൾ അവിടെ പോയിട്ട് കരിക്കിട്ട് കേട്ടോ. കരിക്ക് ഇട്ട് ഒരു 2 എണ്ണത്തിൻ്റെയൊക്കെ ശബ്ദം കേൾക്കുമ്പോഴേക്കും ഡാഡിയുടെ അച്ഛനും ഊട്ടി വരും. നിർത്തിനിട്ട പിള്ളേരെ, എന്താ ഇത്, കരിക്ക് ഇതിന് തേങ്ങയായി വിളഞ്ഞ് വിറ്റ് കാശാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വില വല്ലതും അറിയോ? ഞങ്ങളൊരു കൊല കരിക്കങ്ങോട്ട് വെട്ടിയിടുകയാണ് ചെയ്യുക. രവിച്ചാച്ചനെ കൊണ്ട് വെട്ടിയിടിക്കുകയും ചെയ്യും, ഞങ്ങൾ ബേഷായിട്ട് തട്ടുകയും ചെയ്യും. പിന്നെ ഇച്ചിരി മൂത്ത കരിക്കാണെങ്കിൽ ശർക്കരയും കൂട്ടി കഴിക്കാൻ സൂപ്പറാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില വിക്രികളൊക്കെ കാണിക്കാറുണ്ട്. പക്ഷേ എന്താ, അതൊക്കെ ഒരു രസമായിരുന്നു. എന്നുവെച്ചാൽ എൻ്റെ നാട്ടിലൊക്കെ കൃഷിയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും എന്താ ഇതുകൊണ്ടാണ് അവർ ജീവിക്കുന്നത്. അത് മനസ്സിലാക്കേണ്ട ബുദ്ധിയും ബോധമൊന്നും ഞങ്ങൾ കുട്ടികൾക്ക് അന്ന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കരിക്ക് കാണുമ്പോൾ ആദ്യം ഞാൻ ഓർക്കും ഇതാ. എപ്പോഴും ഞാൻ ഡാഡിയുടെ അടുത്തും പറയാറുണ്ട്, ഡാഡി ഇങ്ങനെയൊക്കെ പണ്ട് എന്ത് രസമായിരുന്നില്ലേ എന്ന്. എന്തായാലും ഇപ്പോൾ ചാച്ചനില്ല, ചാച്ചൻ്റെ ഓർമ്മകളേ ഉള്ളൂ. എന്തായാലും അത് ശരിക്കും സ്വീറ്റ് മെമ്മറീസ് തന്നെയാണ്. ആ കുട്ടിക്കാലമൊന്നും ഇനി ഒരിക്കലും തിരിച്ചു വരില്ലല്ലോ. അതുകൊണ്ട് കുട്ടികളോട് പ്രത്യേകിച്ച് പറയാനുള്ളതാണ് കേട്ടോ, ഡു എൻജോയ് യുവർ ചൈൽഡ്ഹുഡ്. ദാറ്റ് വിൽ നെവർ കം അഗെയിൻ. ഒരിക്കലും നമുക്കത് തിരിച്ചു കിട്ടുകയില്ല. ആ സന്തോഷം ആസ്വദിക്കാനും പറ്റില്ല. അതിപ്പം എത്ര ലൈഫ് എൻജോയ് ചെയ്യുന്നവരാണെങ്കിലും ശരി തന്നെ, കുട്ടിക്കാലത്തുള്ള ആ ഒരു വിനോദവും ആ ഒരു രസമൊന്നും ഒരിക്കലും വരില്ല. ഞാൻ പറഞ്ഞതാ, കരിക്കും വെള്ളവും തിളച്ചു. ഇവിടെ അറ്റ് ദ സെയിം ടൈം ചൈന ഗ്രാസും ഡിസോൾവ് ആയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ എൻ്റെ പ്രോഗ്രാമിന് എന്തൊക്കെയോ ഭയങ്കര സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ടോ? കുക്കിംഗ് പ്രോഗ്രാമിന് ഏത് പ്രോഗ്രാം സമ്മാനം കിട്ടിയത്? ഇല്ല. അതെ, നമ്മുടെ താരോത്സവത്തില് അതുണ്ടായിരുന്നു കേട്ടോ. സമ്മാനമൊന്നുമല്ല, നമ്മുടെ താരോത്സവത്തിൽ ഒരു കുക്കിംഗ് സെഷൻ തന്നെ ഉണ്ടായിരുന്നു. ആ കുക്കിംഗ് സെഷനിൽ പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കാനൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് ദോശയും പിന്നെ മട്ടൻ കറി ഉണ്ടാക്കി. ദോശയും മട്ടൻ കറി ഒരു ഭയങ്കര കോമ്പിനേഷൻ. അത് തിന്നു കഴിഞ്ഞപ്പോൾ ദിസ് ഇസ് കരിക്ക് ആൻഡ് പഞ്ചസാര ആൻഡ് ദിസ് ഇസ് ചൈന ഗ്രാസ്. അവ രണ്ടും കൂടെ അറ്റ് എ ടൈം ചെയ്തില്ലെങ്കിൽ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പഠിച്ചോളൂ കേട്ടോ. അപ്പൊ ഞാൻ പോട്ടെ, കഴിഞ്ഞല്ലോ. ചുമ്മാ ഇങ്ങനെ എല്ലാരും ഒന്ന് വിസിറ്റ് വേണ്ടി ഇറങ്ങിയതാണ്. ഓക്കെ ബൈ. അയ്യോ, ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോഴാണ് ആകെ ടെൻഷൻ ആവുന്നത്. കരിക്കിനിപ്പോൾ നല്ല മധുരം ഉണ്ട് കേട്ടോ. ഒരുപാട് മധുരം ആവണ്ട. ഞാൻ ഇത് പറഞ്ഞപ്പോൾ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്തു പോയി. ഉള്ള പഞ്ചസാര മുഴുവനും വാരിയിട്ട് കഴിഞ്ഞപ്പോൾ കരിക്കൊക്കെ കൂടി ഒരുമാതിരി എന്തോ ഒരു ടേസ്റ്റ്. പഞ്ചസാരയുടെ ചൊവയായിരുന്നു മുൻപിൽ നിൽക്കുന്നത്. ഇതിപ്പോൾ കരിക്കിൻ വെള്ളത്തിൻ്റെ ഒരു ചൊവയുണ്ട്. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് പ്രാക്ടീസ് ചെയ്യണം വീട്ടിൽ. ഇനി ഞാൻ എന്തായാലും സ്വീറ്റ് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. ജലറ്റിനും ശരിക്കും ഇത് ചൈന ഗ്രാസാണ്. ചൈന ഗ്രാസ് അലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് എന്തായാലും ഈ കരിക്കിൻ്റെ വെള്ളവും തിളച്ചു. ഈ ജലറ്റിൻ ഇത്രയും ഉരുകിയല്ലോ. ഇനി നമുക്കത് നമ്മുടെ കരിക്ക് വെള്ളത്തിലേക്ക് ആഡ് ചെയ്യാം.
അപ്പോൾ നമുക്കേ ഈ ജെലറ്റിൻ ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഈ ജെലറ്റിൻ തന്നെ വായിൽ വരുന്നു. ചൈന ഗ്രാസ് ഇതിലേക്ക് ആഡ് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം ഇതിങ്ങനെ ഇളക്കി കൊടുക്കുക വേണം. ഓക്കെ ഫൈൻ, അത് കഴിഞ്ഞു. അപ്പോൾ അത് ഒന്ന് ശരിക്കും നല്ലോണം ജെലറ്റിൻ ഒഴിച്ചിട്ടും ഒന്ന് തിളച്ചോട്ടെ. ചൈന ഗ്രാസ് ഇടുമ്പോൾ ശരിക്കും ഇതിങ്ങനെ ഞാൻ ആദ്യം ഉണ്ടാക്കിയപ്പോഴേ ഇതിട്ടിട്ട് ഇതിങ്ങനെ കട്ടിയായിട്ട് വരുന്നൊരു പ്രത്യേക ഭംഗിയായിരുന്നു അതൊക്കെ കാണാൻ. ഞാനത് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. എന്തായാലും ഇത് ഇങ്ങനെ നല്ലോണം ആയിട്ടുണ്ട്. അപ്പോൾ അത് റെഡിയായി. ഇനി നമുക്ക് ഇതൊന്ന് പതുക്കെ ഓഫ് ചെയ്യാം. ഞാൻ എന്തായാലും ഈ ഗ്ലാസ് ബൗളിലാണ് സെറ്റ് ചെയ്യുന്നത്. അത് ഒന്ന് ഡ്രൈ ആക്കാനായിട്ട് ഒരു ടിഷ്യൂ എടുത്തിട്ട് അതിൽ വെള്ളമൊക്കെ ഒന്ന് തുടച്ചെടുക്കാം. ഈ ഗ്ലാസ് ബൗളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ കരിക്കിൻ്റെ മിശ്രിതം നമുക്കതിലേക്ക് ഒഴിക്കാം. ഇനി ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നല്ലോണം ആറാൻ വെക്കണം. നല്ല തണുത്ത് കഴിയുമ്പോഴേ ഈ ഇതിൻ്റെ വെള്ളം അങ്ങോട്ട് സെറ്റാവും. സെറ്റായി കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ നെക്സ്റ്റ് ടോപ്പ് ലെയർ നമ്മൾ ചെയ്യേണ്ടത്. അപ്പം അത് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇത് എവിടെയെങ്കിലും തണുത്ത് ആറാൻ വെക്കാം. ഇനി നമുക്ക് പുഡിങ്ങിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കിടക്കാം. അതിന് വേണ്ടത് സ്ട്രോബെറീസാണ്. സ്ട്രോബെറീസ് നമുക്ക് ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ഞാൻ കുറച്ച് സ്ട്രോബെറീസ് ഇവിടെ മാറ്റി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇത് ശരിക്കും നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് എടുക്കണം. പിന്നെ സ്ട്രോബെറീസിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അത് സ്വീറ്റാണ്. പിന്നെ അതിന് ശകലം ഒരു പുളി ഉണ്ടാവും. അത് കൈകൊണ്ട് സ്മാഷ് ചെയ്യാം, സ്പൂൺ കൊണ്ട് വേണമെങ്കിൽ സ്മാഷ് ചെയ്യാം. പക്ഷേ കൈകൊണ്ട് സ്മാഷ് ചെയ്യുകയാണെങ്കിലായിരിക്കും എനിക്കൊന്ന് കൂടുതൽ കൺവീനിയൻ്റ് അതാണ്. മിക്സിയിലൊന്ന് ജസ്റ്റ് അടിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. ഈ കൈ കൊണ്ട് സ്മാഷ് ചെയ്താലുള്ളൊരു ഗുണം ഞാൻ പറഞ്ഞുതരാം. ഇത് നല്ലോണം സ്മാഷ് ചെയ്യുമ്പോൾ ഇതാ കൈയൊക്കെ നല്ല റെഡ് കളറാവും. അതാണ് നല്ല മണമാണ്. കുറേ നേരം ഇന്നലെ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ട് മീൻ ഇറച്ചിയൊക്കെ എടുത്ത് പറഞ്ഞ് എല്ലാവരും ഒരു മീൻ നാർന്നു ഇറച്ചി നാർന്നു എന്ന് പറഞ്ഞാൽ ഇന്നെന്തായാലും സ്ട്രോബെറി മണക്കണമെന്നല്ലേ പറയുള്ളൂ അടുത്ത് വരുമ്പോൾ. അപ്പം നല്ലോണം ഇതാ സ്മാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എനിക്കൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സിയിൽ അടിക്കുകയാണെങ്കിൽ കൂടി, അല്ലെങ്കിൽ ഇങ്ങനെ ഈ വാല് പോലെ ഇങ്ങനെ നിൽക്കും. അതൊന്ന് ചെറുതായിട്ടൊന്ന് അല്ലല്ല സ്ട്രോബെറി സ്ട്രോബെറി പുഡിങ് അല്ലേ? ഡബിൾ ലെയർ പുഡിങ്. ഒരു ലെയറിലപ്പോൾ സ്ട്രോബെറിയും പിന്നെ കരിക്ക് വെള്ളം. കരിക്കിൻ്റെ ഒരു ട്രാൻസ്പെറൻ്റ് ആണോ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, താഴെ ട്രാൻസ്പെറൻ്റ് ആയിട്ടും മേളിൽ ഓക്കെ സ്ട്രോബെറി ജെലറ്റിൻ ആൻഡ് ചൈന ഗ്രാസ് യൂസ് ചെയ്യുന്നത്. രണ്ട് ലെയറിലും ഒരു ലെയറിൽ രണ്ട് ലെയറിലും ചൈന ഗ്രാസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. അപ്പോൾ ഏതാണ്ടൊക്കെ പ്ലാനിങ് അനുസരിച്ച് നടക്കുന്നുണ്ടല്ലോ. മറ്റേ കരിക്കിൻ്റെ അത് സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി സ്ട്രോബെറിയും കൂടെ ഉണ്ടാക്കണം. അപ്പോൾ രണ്ട് ലെയർ രണ്ടായിട്ടാണോ സെറ്റ് ചെയ്യുന്നത്? രണ്ടായിട്ട്. അത് സെറ്റായി കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് അങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ. അപ്പം താഴെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് അങ്ങനെ ഇരിക്കുകയും ചെയ്യും. അല്ല, എനിക്ക് തോന്നിയത് ട്രാൻസ്പെറൻ്റ് ലെയറിൻ്റെ മുകളിലേക്ക് അത് സെറ്റായിട്ട് അതിൻ്റെ മുകളിലേക്ക് തന്നെ ഒഴിച്ചാൽ പോലെ. ഇല്ല ചേച്ചി, അതിൻ്റെ മുകളിലേക്കാണ് ഒഴിക്കുന്നത്. അത് സെറ്റ് ആകുമ്പോഴത്തേക്കും അതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുമ്പോൾ ബൈ ദ ടൈം ഇത് റെഡിയാക്കി വെക്കാം. ഓക്കെ ഓക്കെ ശരി. ഓക്കെ നൈസ്. ഇനി നമുക്ക് സ്ട്രോബെറി ടോപ്പിംഗ്, അതായത് മുകളിലത്തെ ലെയർ ഉണ്ടാക്കാനായിട്ട് പാലെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മധുരം വേണം. അതിന് മുമ്പേ ഞാൻ നേരത്തെ പറഞ്ഞു നല്ലോണം സ്ട്രോബെറി സ്മാഷ് ചെയ്തെടുത്തു. ശകലം പഞ്ചസാര ഇട്ട് വെക്കാം അതിൽ. എന്തായാലും സ്ട്രോബെറിയിലൊരു പുളി ഒക്കെ ഉള്ളതാണ്. അതുകൊണ്ട് ഒരുപാട് ആഡ് ചെയ്യണ്ട. കാരണം നമ്മൾ എന്തായാലും പാലിൽ ആ പുളി ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി മാത്രം. ഇനി നമുക്ക് പാല് തിളപ്പിക്കാം.
നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കരിക്കിൻ്റെ വെള്ളം, പഞ്ചസാര ആൻഡ് ചൈന ഗ്രാസ് പ്ലസ് 1 സ്മോൾ സ്ട്രോബെറി അത് റെഡി ആയിട്ടുണ്ട്. ഇതാ സെറ്റായി. ഇനിയിപ്പോൾ നീ എങ്ങോട്ട് എങ്ങനെ മറിച്ചാലും അത് വീഴില്ല കേട്ടോ. സെറ്റായി. ഇനിയിപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയർ സെറ്റായിട്ടുണ്ട്. സെക്കൻഡ് ലെയർ സെറ്റ് ചെയ്യാനാണ് നമ്മൾ പാല് വെച്ചിട്ട്. കണ്ടോ, അടി കൂടെ നോക്കിയാലും ഒരു സ്ട്രോബെറി കാണാം. അതേ നോക്കൂ, അതാ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ. എന്തൊക്കെ തന്നെയാണ് കളേഴ്സ് ആണ്. നടുക്കൊരു റെഡ് കളർ. ആൻഡ് സോ നമുക്കിതിവിടെ മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ പാല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പാലിലേക്ക് നമുക്ക് ശകലം പഞ്ചസാര ആഡ് ചെയ്യാം. പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്, കുറച്ച് ആഡ് ചെയ്താൽ മതി. കാരണം മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്യുന്നത്, അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ഭയങ്കര മധുരമായി പോകരുത്. ഇൻ ബിറ്റ്വീൻ ഒരു ടേസ്റ്റിന് വേണ്ടി നമുക്ക് ശകലം കാരമൽ ആഡ് ചെയ്യാം. കാരമൽ കോട്ടഡ് നട്ട്സ് ഉണ്ടാക്കാം. പഞ്ചസാരയുടെ കൂടെ ജസ്റ്റ് ഒരു സ്പൂൺ, 1.5 സ്പൂൺ വെള്ളം മതി. കാരമൽ ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് നട്ട്സ് കൂട്ടിയതെടുക്കാം. പാലിടയ്ക്ക് ഇളക്കാൻ മറക്കരുത്, കാരണം പാലിൽ പാട കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ കൊള്ളും. കപ്പ് കേക്കാണ്. ഞാനെന്തായാലും ഇൻ ബിറ്റ്വീൻ അതിൽ കേക്ക് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ കേക്ക് എന്തായാലും കിട്ടിയില്ല, അതുകൊണ്ട് കപ്പ് കേക്ക് ആഡ് ചെയ്യണം. എന്നാൽ ഓൾമോസ്റ്റ് ദ സെയിം. കേക്ക് അല്ലാതിരിക്കണു, ഇത് കപ്പിലിരിക്കണു, അത്ര വ്യത്യാസമുള്ളൂ. ഇതിൻ്റെ ഇടയിൽ ആ പാലും കൂടെ ഇറങ്ങുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. കാരമൽ കോട്ടഡ് നട്ട്സ് റെഡിയാക്കിയിട്ടുണ്ട്. ഇൻ ബിറ്റ്വീൻ നമ്മൾ ഇത് കഴിക്കുമ്പോൾ അതിന് ഇൻ ബിറ്റ്വീൻ കുറച്ച് നട്ട്സ് ഒക്കെ കഴിക്കുമ്പോൾ കുറച്ച് ടേസ്റ്റിയർ ആയിരിക്കും. ഉണ്ടാക്കാൻ എളുപ്പമാണ്, പൊടിച്ചെടുക്കാനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. പാവം ഞങ്ങളുടെയൊക്കെ ഒരു കാര്യേ. ഷോ അല്ലേ, നിങ്ങളുടെ മനസ്സിൽ എന്താ ഉദ്ദേശിച്ച് വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഈ പണിക്ക് വരണമെങ്കിൽ വീട്ടിലിരുന്നാൽ പോരെ എന്നല്ലേ കുട്ടികളെയൊക്കെ നോക്കിയിട്ടല്ലേ, അതിന് വേണ്ടിയിട്ടല്ലേ ഇവിടെ വരണത്. അപ്പം എന്തായാലും എനിക്ക് ഷുഗർ കോട്ടഡ് ഇത് റെഡിയായി. എല്ലാം നട്ട്സൊക്കെ കാരമൽ കോട്ടഡ് നട്ട്സ് റെഡിയാണ്. ഇനി നമുക്ക് ഇതിവിടെ മാറ്റി സൈഡിൽ വെക്കാം. ബാക്കി നമ്മുടെ പാലിൻ്റെ പണിയിലേക്ക് പോവാം. പാലെന്തായാലും നല്ലോണം തിളയ്ക്കാറായിട്ടുണ്ട്, മധുരമുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ശകലം മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാം. മിൽക്ക് മെയ്ഡ് നമുക്ക് മധുരം നോക്കിയിട്ട് ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മധുരമായി പോകും. ഇനി അറ്റ് ദ സെയിം ടൈം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ചൈന ഗ്രാസ് പാൽ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിച്ച ഒരു ചുവ വരും. പാത്രത്തിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ചൈന ഗ്രാസ് കുതിർത്ത് വെക്കണം. ചൈന ഗ്രാസ് ശരിക്കും കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്കത് അടുപ്പത്ത് വെച്ച് ചൂടാക്കിയെടുക്കാം. പാല് തിളച്ച് വരുന്ന മണം നല്ല രസമല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാല് തിളച്ച് വരുന്ന മണം. ഇതാ നേരത്തെ പറഞ്ഞ പോലെ 2 കൈ കൊണ്ടും ജോലി ചെയ്തേ പറ്റുള്ളൂ. ഇപ്പുറത്തെ സ്ഥലത്ത് നമ്മൾ ചൈന ഗ്രാസ് ഉരുക്കി എടുക്കണം. ആൻഡ് ഇവിടെ പാല് തിളയ്ക്കുന്നുണ്ട്. ഇതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ പണി തീർന്നു. പിന്നെ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം, ഒന്ന് പ്രസൻറ്റ് ചെയ്യാനുള്ളത് മാത്രം.
നമ്മുടെ ജഡ്ജസിനെ പ്രീതിപ്പെടുത്തണല്ലോ. ഇപ്പോഴും ഒന്നും ആയിട്ടില്ലല്ലേ? ഈ പാല് അതും കൂടെ പാലിൻ്റെ കസ്റ്റേർഡ്, സ്ട്രോബെറിയുടെ സ്ട്രോബെറി ഇത് സെറ്റായി. കരിക്കിൻ്റെ വെള്ളത്തിൻ്റെ ഗ്ലാസ് സ്റ്റൈൽ ചൈന ഗ്രാസും നല്ലോണം ഡൈല്യൂട്ടായി. ഇതാ കണ്ടില്ലേ, കണ്ടോ? പാലും തിളച്ചു. പാലൊക്കെ ഇങ്ങനെ കുറുകി വന്നപ്പോൾ ഒരു പായസത്തിൻ്റെ മണം ഇതാവോ എന്തോ ഈശ്വരാ. എന്തായാലും ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നും. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിൽ പാല് തിളച്ച് തൂവി. എന്തായാലും പാല് കാച്ച് ഭംഗിയായിട്ട് നടന്നു. എല്ലാ വശത്തു കൂടിയും തൂവി. കുഴപ്പമില്ല കേട്ടോ. എന്തായാലും അടുപ്പ് ഞാൻ ഓഫ് ചെയ്തു. കാരണം ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഫ്രൂട്ട്സ് ആണ്. അപ്പം പാല് വീണ്ടും നമ്മൾ ഇത് ആഡ് ചെയ്ത് തിളപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ പാല് പിരിഞ്ഞു പോവാൻ സാധ്യതകൾ ഏറെയുണ്ട്. ഈ ജലാറ്റിൻ ഇതിലേക്ക് ആഡ് ചെയ്യാം. പാല് ഓഫാക്കിയിട്ടാണ് ജലാറ്റിൻ ആഡ് ചെയ്യേണ്ടത്. അയ്യോ, ഞാൻ പിന്നെയും ജലാറ്റിൻ പറഞ്ഞു. ചൈന ഗ്രാസ് ആണ്. എപ്പോഴും ഈ ജലാറ്റിൻ, അത് ജലാറ്റിൻ പണ്ട് ഈ ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴും എൻ്റെ നാവിൽ ജലാറ്റിൻ എന്ന് തന്നെയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള സ്ട്രോബെറി ആഡ് ചെയ്യാം. നമ്മൾ ഫ്രൂട്ട്സ് എന്ത് ആഡ് ചെയ്യുകയാണെങ്കിലും ആദ്യം ഓർക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ പാലിൻ്റെ കൂടെ പിന്നെയും ഫ്രൂട്ട്സ് ഇട്ട് തിളപ്പിക്കുമ്പോൾ എന്തായാലും പുളി ഒഴിച്ചാൽ അല്ലെങ്കിൽ നാരങ്ങ ഒഴിച്ചാൽ പാല് പിരിയുമല്ലോ. അതുകൊണ്ട് സ്ട്രോബെറീസ് നമ്മൾ വടിച്ചങ്ങതിലേക്ക് ആഡ് ചെയ്യാം. സ്ട്രോബെറീസിൻ്റെ ഫ്ലേവർ ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സ്ട്രോബെറി ആഡ് ചെയ്യണം. സ്ട്രോബെറിൻ്റെ ഫ്ലേവർ ഉണ്ട്, പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ സ്ട്രോബെറി ആവാമെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ കുറച്ച് സ്ട്രോബെറീസ് ഇവിടെ അരിഞ്ഞ് വെച്ചിട്ട് ഇൻ ബിറ്റ്വീൻ നമുക്കൊന്ന് കടിക്കാമല്ലോ. അതിങ്ങനെ സ്ട്രോബെറിൻ്റെ ഒരു പീസ് കടിച്ചിട്ടില്ല, പ്രത്യേക ടേസ്റ്റ് ഇല്ല. കഴിഞ്ഞോണ്ടിരിക്കുന്നു. മറ്റെന്താ സ്ട്രോബെറി അത് അടിച്ചിട്ട് ഇതിന്റെ മോളെ കൊഴിക്കണം അല്ലേ? ഇനി നമ്മൾ കാരമൽ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സ് ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ സ്ട്രോബെറി കടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ നട്ട്സും കൂടെ കടിക്കുമ്പോൾ ഒരു രുചിയാണ്. മധുരവും ആയിട്ടുണ്ട്, സ്ട്രോബെറിയും ആയിട്ടുണ്ട്. ഏകദേശമായി. ഇനി നമുക്ക് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു വയ്ക്കാം. ഇനി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ബാക്കി വന്ന സ്ട്രോബെറി പേസ്റ്റ് എടുത്തിട്ട് അലങ്കരിക്കാനുള്ളൊരു ശ്രമമാണ് കേട്ടോ. എന്തായാലും മേലത് നല്ല പുളി ഉണ്ടാവും. സ്ട്രോബെറിക്ക് നല്ല പുളിയുണ്ട്. അതിലിട്ടിട്ടല്ല അരച്ചത്. ഇനി എന്തായാലും 2 സ്ട്രോബെറി ബാക്കിയുണ്ട്. നമുക്ക് അതുകൊണ്ടൊന്ന് അലങ്കരിച്ചെടുക്കാം. ഈ ഇല കളഞ്ഞ് വെക്കണം തന്നെയാവും ഭംഗിയും തോന്നുന്നു സ്ട്രോബെറി.
ഞാൻ നമ്മൾ പുഡിങ് ഉണ്ടാക്കിയിട്ട് ഏകദേശം അത് സെറ്റ് ആവാറായിട്ടുണ്ട്. അപ്പം ആ മുകളിലത്തെ ഭാഗം ഒന്ന് സെറ്റായ ശേഷം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ശകലം ക്യാരമൽ ഉണ്ടാക്കുകയാണ്. അതിന് ക്യാരമൽ ഉണ്ടാക്കാൻ അറിയാമല്ലോ, ഇറ്റ്സ് സോ സിമ്പിൾ. ശരിക്കും നമുക്ക് കുറച്ച് 2-3 സ്പൂൺ പഞ്ചസാര എടുക്കുക, അതിലേക്ക് ശകലം ഒരു 2 or 3 drops ഓഫ് 2 or 3 സ്പൂൺസ് ഓഫ് വാട്ടർ ആഡ് ചെയ്യാം. എന്നിട്ട് ഒന്ന് ശരിക്കും ചൂടാക്കി എടുക്കാം. ആ പഞ്ചസാര ബ്രൗൺ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചൊരു എന്താ പറയുക, അങ്ങനെ ഒരു നൂല് പോലെ കിട്ടും. എന്നാലും അത് നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. നമുക്കൊന്ന് ഷുഗർ കുരുക്കിയെടുക്കാം. ഞാൻ ഈ സ്ട്രോബെറി പുഡിംഗ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ശകലം ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് ഡെക്കറേറ്റ് ചെയ്യുക, ഓവർ ഡെക്കറേറ്റ് ആയിക്കഴിഞ്ഞാലും കൊള്ളില്ല. എന്തായാലും ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ചുമ്മാ വട്ട് തോന്നിയപ്പം ഒരു കിച്ചൺ മാജിക്, അല്ലാണ്ട് അഹങ്കാരമൊന്നുമല്ല. പിന്നെ ഇതുവരെ ഞാൻ എന്താണ് പുഡിംഗ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കിയിട്ടില്ല. ഇതെൻ്റെ ഫസ്റ്റ് അറ്റം. അതുകൊണ്ട് സെറ്റായി എന്നൊക്കെ തോന്നണം. അതുകൊണ്ട് ഒരു ആത്മസംതൃപ്തി, അതിൻ്റെ ഭാഗമായിട്ടാണ് കിച്ചൺ മാജിക് എന്ന് എഴുതിയത്. ഇപ്പോൾ ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ തേർഡ് ആണോ ഇനി വാട്ട് എവർ പ്ലേസ് ഇറ്റ് ഇസ്, അതൊരു പ്രശ്നമേ അല്ല. കാരണം എന്തായാലും കിച്ചൺ മാജിക്കിൽ വന്നിട്ട് എനിക്ക് പുതിയ ഒരു സംഭവം ഉണ്ടാക്കാൻ ഞാൻ എപ്പോഴും നാടൻ പലഹാരങ്ങളും അങ്ങനെ നാടൻ സാധനങ്ങളുമാണ് കൊണ്ടിരുന്നത്. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പുഡിംഗ് ട്രൈ ചെയ്യാൻ പറ്റി. എന്തായാലും ഐ എം സോ വെരി ഹാപ്പി. ഇനി ബാക്കിയുള്ളത് ദൈവത്തിന് ഇട്ടെടുത്തിരിക്കുന്നു. ആൻഡ് പ്ലസ് ആ ജഡ്ജസ്. ഹലോ, എന്നത്തെയും പോലെ ഞങ്ങളുടെ പാൻട്രിയിൽ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുഡിംഗ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സ്റ്റിക്കി ടോഫി പുഡിംഗ് ആണ്. അതിന് ഇതൊരു ശരിക്കും ഒരു ബ്രിട്ടീഷ് പുഡിംഗ് ആണ്. ഒരു കേക്കിൻ്റെ സാമ്യതയുള്ള ഒരു ഹോട്ട് പുഡിംഗ് ആണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ നല്ലോണം ചോപ്പ് ചെയ്ത ഡേറ്റ്സ് വേണം, പിന്നെ മൈദ വേണം, ബേക്കിംഗ് പൗഡർ വേണം, cashews, almonds, unsalted butter, vanilla essence, motta, honey, dark brown sugar, light brown sugar, കുറച്ച് സോൾട്ട്, കുറച്ച് സോഡാപ്പൊടി, പിന്നെ വിപ്പിംഗ് ക്രീം. ഇതൊക്കെയാണ് എൻ്റെ പുഡിങ്ങിന് വേണ്ട സാധനങ്ങൾ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത് നമുക്ക് 2 സാധനങ്ങൾ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാനുണ്ട്. അപ്പോൾ ആദ്യം ഡേറ്റ്സിൽ കുറച്ച് സോഡാപ്പൊടിയും ഇട്ട് തിളച്ച വെള്ളം ഒഴിച്ച് കുറച്ച് നേരം നമുക്ക് അടച്ച് വെക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് പാത്രം ചൂടാക്കി വെള്ളം തിളപ്പിക്കാം. പാത്രം വെച്ചു, സ്റ്റൗ കത്തിച്ചു. ഇനി നമുക്ക് കുറച്ച് വെള്ളം ചൂടാക്കാം. വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ സോഡാപ്പൊടി നമ്മൾ നല്ലോണം ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റ്സിലേക്ക് ആഡ് ചെയ്യാം. വെള്ളം ഏകദേശം തിളച്ചു തുടങ്ങി. വെള്ളം നല്ലോണം തിളച്ചു. ഇനി നമുക്ക് ഈ
പാത്രത്തിലേക്ക് ഈ വെള്ളം ഒഴിക്കാം. നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചു. ഇനി ഇത് കുറച്ച് നേരം നല്ലോണം അടച്ച് വെക്കണം. നമുക്കത് മാറ്റി ഒരു പ്ലേറ്റ് വെച്ചിട്ട് അടച്ച് വയ്ക്കാം. ഇനി അടുത്ത് നമുക്ക് മിക്സ് ചെയ്യേണ്ടത് 1.25 കപ്പ് മൈദ, ഓൾ പർപ്പസ് ഫ്ലോറോ മൈദ ഏതാണെന്ന് വെച്ചാൽ എടുക്കാം. ഞാനിപ്പോൾ മൈദ എടുത്തിരിക്കുന്നത്. 1.25 കപ്പ് മൈദ ഇട്ടു. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. നമുക്ക് കുറച്ച് മതി കേട്ടോ, കുറച്ച് ഉപ്പ് ചേർത്തു. ഇനി ഒരു 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. ഇതിൽ ഉപ്പും ബേക്കിംഗ് പൗഡറും മൈദയും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ലോണം സ്പൂൺ വെച്ചിട്ട് ഇളക്കി എല്ലായിടത്തും ആവുന്ന രീതിയിൽ മാറ്റി വയ്ക്കാം നമുക്ക്. അടുത്തത് ഇതാ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലൈറ്റ് ബ്രൗൺ ഷുഗർ മിക്സിയിലിട്ട് നല്ലോണം പൊടിച്ചെടുക്കണം. ഇതാ മിക്സിയുടെ ചെറിയ ജാറ് റെഡിയായി. ഇനി നമുക്ക് ഈ ലൈറ്റ് ബ്രൗൺ ഷുഗർ നല്ലോണം ഇട്ട് നല്ല പൊടിയുമായിട്ട് പൊടിച്ചെടുക്കാം. നല്ലോണം പൊടിയായിട്ടുണ്ട്. നമുക്ക് മാറ്റി വയ്ക്കാം. പൊടിച്ച ബ്രൗൺ ഷുഗർ ഇതാ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നമ്മുടെ മെയിൻ മിക്സിംഗ് പരിപാടിയിലേക്ക് കിടക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് വലിയൊരു ബൗൾ എടുക്കാം. അതിലേക്ക് ആദ്യം ചേർക്കേണ്ടത് 5 ടേബിൾ സ്പൂൺ അൺസോൾട്ടഡ് ബട്ടർ. ഇതാ ബട്ടർ റെഡിയാണ്. ടേബിൾ സ്പൂൺ ആണത്. അപ്പോൾ ഇതാ ബട്ടർ ചേർക്കാൻ പോവാ. 1, 2, 3, 4, 5. എൻ്റെ വക ഒരു സ്പൂണും കൂടി ഇരിക്കട്ടെ. 6. ബട്ടർ കൂടി എന്ന് വെച്ചിട്ടൊരു പ്രശ്നം വരാൻ പോകില്ല. ഇനി ബട്ടർ നല്ല ഫ്ലഫി ആയിട്ട് നല്ല മയപ്പെടുത്തി നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഹാൻഡ് മിക്സർ വെച്ചിട്ടാണ് ഞാൻ ബീറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ബീറ്റ് ചെയ്യാം. ബട്ടർ നല്ലോണം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ബ്രൗൺ ഷുഗർ നേരത്തെ പൊടിച്ച് വെച്ച് ചേർക്കാൻ പോവാ. ഇതിലേക്ക് 6 ടീസ്പൂൺ ബ്രൗൺ ഷുഗർ ചേർക്കാം. ഇനി 2 മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കണം. ആദ്യത്തേത് ഒഴിച്ച് നല്ലോണം ബീറ്റ് ചെയ്തതിന് ശേഷമേ രണ്ടാമത്തേത് ഒഴിക്കുള്ളൂ. അപ്പോൾ അത് ആദ്യത്തെ മുട്ട ഞാൻ പൊട്ടിച്ചൊഴിക്കാൻ പോവാം. അപ്പോൾ ഒന്നാമത്തെ മുട്ട നല്ലോണം ബീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ മുട്ട ചേർക്കാൻ പോവുക. അതും ഇതുപോലെ തന്നെ നല്ലോണം ബീറ്റ് ചെയ്യും. മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്ലോർ അതിലേക്ക് ചേർക്കാൻ പോവാണ്. എന്നിട്ട് അതും നല്ലോണം ഇതുപോലെ തന്നെ ബീറ്റ് ചെയ്തെടുക്കണം. നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തേക്ക് കുറച്ച് വാനില എസൻസും നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ഡേറ്റ്സും കൂടി ഇതിനകത്തേക്ക് ചേർക്കാൻ പോവാം. അപ്പോൾ ആദ്യം ചേർക്കാൻ പോകുന്നത് വാനില എസൻസാണ്. എനിക്ക് വാനിലയുടെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട്, അതുകൊണ്ട് ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് ഞാൻ 1 സ്പൂൺ വാനില എസൻസാണ് ചേർക്കാൻ പോകുന്നത്. അതുപോലെ നമ്മൾ സോക്ക് ചെയ്തിരുന്ന 1.25 കപ്പ് ഡേറ്റ്സ് സോഡ പൗഡർ ഇട്ട് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരുന്നു. അതും കൂടി ഇതിലേക്ക് നമുക്ക് ചേർക്കാം.
നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഡേറ്റ്സ് ആണ്, അത് ഇതിലേക്ക് ചേർക്കാം. ശാരദ, എന്താണ് പുഡിംഗ്? ഞാൻ ഡേറ്റ്സ്, സ്റ്റിക്കി ടോഫി പുഡിംഗ്. ടോഫി എങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? ടോഫി സോസ് ഉണ്ടാക്കാൻ വേണ്ടി ടോഫി സോസ്, ബട്ടറും ബ്രൗൺ ഷുഗർ കിട്ടിയായിരുന്നു? കിട്ടി. ബട്ടർ, ബ്രൗൺ ഷുഗർ, ടോഫി വെച്ചൊരു സോസ്, ടോഫി സോസ് വിത്ത് ഡേറ്റ്സ്, സ്റ്റിക്കി ടോഫി പുഡിംഗ് Okay, എന്നാണ് പേര്. ഞാൻ നെറ്റിൽ നോക്കി എടുത്തതാണ്. ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി, അപ്പോൾ കുഴപ്പമില്ലാണ്ട് വന്നു. പിന്നെ ബേക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ വീട്ടിലെ ഓവനും ഇവിടുത്തെ ഓവനും തമ്മിലുള്ള ഒരു വ്യത്യാസം അല്ലേ? അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ട്. ഇതിൽ ഹണിയൊക്കെ ചേരുമോ? ഹണി ജസ്റ്റ് ഇതിന് ചെയ്യാൻ വേണ്ടിയിട്ട്, ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹണി എടുത്തതാണ്. പുഡിംഗ് എങ്ങനെയാണ്? ശാരദയ്ക്ക് പൊതുവെ ഇഷ്ടമാണ് പുഡിങ്സ്? പുഡിംഗ് ഇഷ്ടമാണ്, കഴിക്കാൻ ഇഷ്ടമാണ്. ഞാൻ ആകെ കാരമൽ കസ്റ്റേർഡും അതുപോലെ ചോക്ലേറ്റ് പുഡിങ്ങും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ പുഡിംഗ് മിക്സ് ആയിട്ട് നമുക്ക് കിട്ടുമല്ലോ, റെഡിമെയ്ഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലാണ്ട് ഇതിന് വേണ്ടിയിട്ടൊരു ശ്രമമൊന്നും നടത്തിയിട്ടില്ല. അപ്പം എന്തായാലും ഈ ഒരു റൗണ്ട് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ അല്ലേ സ്വീറ്റ് എന്ന് പ്രതീക്ഷിച്ച് പറഞ്ഞു. പക്ഷെ പുഡിംഗ് ഞാൻ ഇതുപോലെ പായസം എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്നാണ് വിചാരിച്ചിരുന്നു. അപ്പോൾ പായസമൊക്കെ ഞാൻ നോക്കി വെച്ചിരുന്നു. കപ്പ ഉണ്ടാക്കേണ്ട ചെറിയൊരു ഐഡിയ ഉണ്ടായിരുന്നു, പക്ഷെ പുഡിംഗ് വരുമെന്ന് വിചാരിച്ചില്ല. എന്തായാലും പുഡിംഗ് നല്ലൊരു ഓപ്ഷനാണ്, കുഴപ്പമില്ല. കാര്യം ധാരാളം ആൾക്കാർക്ക്, പ്രേക്ഷകർക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് പുതിയ പുതിയ പുഡിങ്സ് കിട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. റെസിപ്പീസ് ഞാനിങ്ങനെ ഒരുപാട് പേരോട് സംസാരിക്കുമ്പോൾ പുഡിങ്സ് എക്സ്പെരിമെൻ്റ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്. ഓക്കെ, നടക്കുന്നു. താങ്ക് യു. ബാറ്റർ നല്ലോണം മിക്സ് ചെയ്ത് വെച്ചു. ഇനി നമുക്കിതൊരു മൗൾഡിലേക്ക്, ആ മൗൾഡ് നല്ലോണം ഗ്രീസ് ചെയ്തിട്ട് ഈ ബാറ്റർ ഇതിലേക്ക് മാറ്റി ബേക്ക് ചെയ്തെടുക്കാം. ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ബൗളിലേക്ക് നമ്മൾ ഈ ബാറ്ററിനെ ഒഴിക്കുകയാണ്. ഇനി ഇത് ഒരു 25 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ പുഡിങ് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി അത് സോക്ക് ചെയ്യാനായിട്ടുള്ള അതിനൊപ്പം കൊടുക്കാനുള്ളൊരു സോസ് നമുക്ക് ഉണ്ടാക്കണം, ടോഫി സോസ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പാത്രം ആദ്യം വെച്ച് ചൂടാക്കണം. അതിലേക്ക് ബട്ടറും ബ്രൗൺ ഷുഗറും വിപ്പിംഗ് ക്രീമും വാനില എസൻസും ഒക്കെ ഇട്ട് അതൊരു സോസ് രൂപത്തിലാക്കിയെടുക്കും. ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് ആദ്യം ബട്ടർ ചേർക്കാം. ഒരു 8 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കണം. അതുപോലെ തന്നെ ഷുഗറും ബ്രൗൺ ഷുഗറും വിപ്പിംഗ് ക്രീമും ഇത് കഴിഞ്ഞിട്ട് ചേർക്കാം. അപ്പോൾ ആദ്യം ബട്ടർ ചേർക്കാൻ പോവാണ്. ബട്ടർ ചൂടായി, അതിലേക്ക് നമുക്ക് ബ്രൗൺ ഷുഗർ ചേർക്കാം. ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡാർക്ക് ബ്രൗൺ ഷുഗർ എടുത്തിരിക്കുന്നത്. ഇതാ അടുത്ത സ്റ്റേജിലേക്ക് കയറി കഴിഞ്ഞു. അതെ, ഒരു സോസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. സോസ് വിപ്പിംഗ് ക്രീം എന്താണ് വെച്ചിരിക്കുന്നത്? ഇതിലേക്കുള്ളത് തന്നെയാണ്, വിപ്പിംഗ് ക്രീമും കൂടി മിക്സ് ചെയ്തിട്ടാണ്. നോർമൽ ഫ്രഷ് ക്രീമാണ്. വിപ്പിംഗ് ക്രീം എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അതെ, റെസിപ്പീസ് ഫോളോ ചെയ്യാൻ തെറ്റില്ല, പക്ഷെ ചെറിയ ഇംപ്രവൈസേഷൻസ് വേണം. ചിലപ്പോൾ എല്ലാ റെസിപ്പീസും പക്ക ആവണമെന്നില്ല. ഇല്ല, നമ്മളത് ഉണ്ടാക്കി നോക്കുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. പലരും ചിലപ്പോൾ വെറുതെ എഴുതിയിടും, അതെ, എക്സാക്റ്റ് ആവണമെന്നില്ല. അങ്ങനെ ചെറിയ തകരാറുണ്ട്. ഇതിലേക്ക് നമുക്കിനി 1 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടെ ചേർക്കാം. ടെൻഷനായി തുടങ്ങി. അവിടെ അത് ബേക്ക് ആവുന്നുണ്ട്, അതും നോക്കണം ഇതും നോക്കണം. അല്ലെങ്കിലും എക്സാം എഴുതുമ്പോൾ ടെൻഷൻ ഉണ്ടാവില്ല, എക്സാം എഴുതി കഴിഞ്ഞ് പേപ്പർ കിട്ടാറാവുമ്പോൾ ടെൻഷൻ.
എക്സാം എഴുതി കഴിയുമ്പോൾ അതിലും വലിയ ടെൻഷൻ. അപ്പോൾ എന്താ അവസ്ഥ എന്നുള്ളത് കണ്ട. ബേക്ക് ചെയ്ത് കൊണ്ടുവന്നേക്കുന്നത് ഞാനിപ്പോൾ സോസിൽ ഡിപ്പ് ചെയ്ത് വെച്ചേക്കാം. ഇനി ഇതിൻ്റെ ക്രസ്റ്റ് മാത്രം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് പിന്നെയും കട്ട് ചെയ്ത് സോക്ക് ചെയ്ത് വയ്ക്കാം. അയ്യോ, അങ്ങനെ പുഡിങ് ഏകദേശം അവസാന ഘട്ടത്തിലെത്തി. ഇനി ഞാനത് പ്ലേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇനി അതും ഭയങ്കര ടെൻഷനുള്ള പരിപാടിയാണ്. കാരണം സോസൊന്നും ഇങ്ങോട്ട് ഒഴുകി പോകാണ്ട് നോക്കണം, നല്ല ഷേപ്പിൽ വേണം. അപ്പോൾ എന്തായാലും പ്ലേറ്റ് ചെയ്ത് തുടങ്ങാം. കുഴപ്പമില്ലെന്ന് തോന്നണു. അതിന് ബാക്കിയൊക്കെ ദൈവത്തിൻ്റെയും അവരുടെയും കയ്യിലിരിക്കുന്നു. എന്തായാലും നമുക്കത്